നമസ്കാരം. 2025 കേരളത്തിൽ പുറത്തുവന്ന പോലീസ് അതിക്രമ കേസുകൾ യാദൃച്ഛിക സംഭവങ്ങളല്ല. ഗർഭിണിയായ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചത്, കസ്റ്റഡിയിൽ യുവാക്കൾ മരിച്ച സംഭവങ്ങൾ, CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വീണ്ടും ചർച്ചയായ പീഡന കേസുകൾ ഇവയെല്ലാം ചേർന്ന് ഭീതിതമായ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്നു. പോലീസിലെ ഒരു വിഭാഗം കരുതുന്നത് പൗരന്മാരെ കയ്യേറ്റം ചെയ്യുന്നത് ഭരണഘടന തങ്ങൾക്ക് നൽകിയ നിയമപരമായ അധികാരമാണ് എന്നാണ്. പോലീസ് അതിക്രമങ്ങൾ നിയന്ത്രിക്കാനുള്ള പ്രധാന നിയമങ്ങളും മനുഷ്യാവകാശ ചട്ടങ്ങളും ഒന്ന് പരിശോധിക്കാം. 1. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള പൗരൻ്റെ അധികാരം. പൗരൻ്റെ ജീവനും ശരീര സുരക്ഷയും മാനവും സംരക്ഷിക്കപ്പെടേണ്ടത് ഭരണഘടനാപരമായ അവകാശമാണ്. പോലീസ് കസ്റ്റഡിയിലെ പീഡനവും മാനസിക പീഡനവും ആർട്ടിക്കിൾ 21 നേരിട്ടുള്ള ലംഘനമാണ്. നിയമപാലനം എന്ന വാക്ക് ഒരിക്കലും മർദ്ദനത്തിന് അനുമതി നൽകുന്നില്ല. ആർട്ടിക്കിൾ 20(3) സ്വയം കുറ്റം സമ്മതിക്കാൻ ആരെയും നിർബന്ധിക്കരുത്. ഒരു പ്രതിയെ ശാരീരികമോ മാനസികമോ ആയ സമ്മർദ്ദത്തിലൂടെ കുറ്റസമ്മതം ചെയ്യിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. കസ്റ്റഡിയിൽ മർദ്ദിച്ച് കുറ്റം ഏറ്റുപറയിപ്പിക്കുക എന്ന പോലീസ് രീതി ഈ ആർട്ടിക്കിളിൻ്റെ നഗ്നമായ ലംഘനമാണ്. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിലെ സമത്വം ഒന്ന് പരിശോധിക്കാം. പോലീസുകാരനും സാധാരണ പൗരനും ഒരുപോലെ നിയമത്തിന് വിധേയരാണ്. യൂണിഫോം ധരിച്ചതുകൊണ്ട് അധികാര ദുരുപയോഗത്തിന് ഇളവ് ലഭിക്കില്ല. ക്രിമിനൽ പ്രൊസീജിയർ നിയമം CRPC, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത വകുപ്പ് 41 41A, CRPC, BNSS 35 വകുപ്പ് അറസ്റ്റ് നടപടികൾ, അനാവശ്യ അറസ്റ്റ് ഒഴിവാക്കണം. അറസ്റ്റ് അനിവാര്യമെങ്കിൽ കാരണം രേഖപ്പെടുത്തണം. അറസ്റ്റിലായ വ്യക്തിക്ക് അവകാശങ്ങൾ അറിയിക്കേണ്ടത് പോലീസിൻ്റെ നിയമബാധ്യതയാണ്. CRPC വകുപ്പ് 50 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത വകുപ്പ് 47 അറസ്റ്റിൻ്റെ കാരണം അറിയിക്കൽ. അറസ്റ്റിലായ വ്യക്തിയെ ഏത് കുറ്റത്തിനാണ് പിടികൂടുന്നതെന്ന് വ്യക്തമായി അറിയിക്കണം. ഇത് അറിയിക്കാതെയുള്ള തടങ്കൽ നിയമവിരുദ്ധമാണ്. CRPC വകുപ്പ് 54 അഥവാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത വകുപ്പ് 53 മെഡിക്കൽ പരിശോധന. കസ്റ്റഡിയിലുള്ള വ്യക്തിക്ക് മർദ്ദനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ മെഡിക്കൽ പരിശോധന ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. ഇത് പീഡനം മറയ്ക്കാതിരിക്കാനുള്ള ഒരു സംരക്ഷണ വ്യവസ്ഥയാണ്. CRPC 57 അഥവാ BNSS വകുപ്പ് 58 24 മണിക്കൂർ നിയമം. അറസ്റ്റിലായ വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഈ കാലാവധി കടന്നുള്ള പോലീസ് കസ്റ്റഡി പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. 3. ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ IPC, ഭാരതീയ ന്യായ സംഹിത, BNS വകുപ്പ് 330 331, BNS 120 വകുപ്പ്. കുറ്റസമ്മതം നേടാനായി കസ്റ്റഡിയിൽ മർദ്ദനം നടത്തിയാൽ ഗുരുതര കുറ്റമാണ്. ഗുരുതര പരിക്ക് സംഭവിച്ചാൽ കടുത്ത ശിക്ഷ നിർബന്ധമാണ്. വകുപ്പ് 166 അഥവാ BNSS 198 വകുപ്പ് നിയമവിരുദ്ധമായി അധികാരം ദുരുപയോഗം ചെയ്യൽ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിയമം ലംഘിച്ച് ഒരാളുടെ അവകാശങ്ങൾ നിഷേധിച്ചാൽ അത് വ്യക്തിഗത കുറ്റമായി കണക്കാക്കപ്പെടുന്നു. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സംരക്ഷണം ലഭിക്കില്ല. CRPC, BNSS സ്ത്രീകളുടെ അറസ്റ്റ്. സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നത് സാധാരണയായി പകൽ സമയത്ത് മാത്രമായിരിക്കണം. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മുഖേന മാത്രമേ അറസ്റ്റ് നടത്താവൂ. പുരുഷ പോലീസ് ഉദ്യോഗസ്ഥന് സ്ത്രീയെ സ്പർശിക്കാൻ പോലും നിയമപരമായി അധികാരമില്ല. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ. പോലീസ് സ്റ്റേഷനിൽ പോലും സ്ത്രീയുടെ മാനവും ശരീര സുരക്ഷയും സംരക്ഷിക്കപ്പെടണം. സ്റ്റേഷനിൽ നടന്ന മർദ്ദനം ഇരട്ടിയായി ഗുരുതര കുറ്റമാണ്. DK വാസു കേസ്. കസ്റ്റഡി പീഡനത്തിനെതിരായ അടിസ്ഥാന വിധി. സുപ്രീം കോടതി ഈ കേസിൽ നൽകിയ നിർദ്ദേശങ്ങൾ ഒന്ന് പരിശോധിക്കാം. അറസ്റ്റിൻ്റെ മെമ്മോ തയ്യാറാക്കണം. ബന്ധുക്കൾക്ക് ഉടൻ വിവരം അറിയിക്കണം. കസ്റ്റഡി സമയത്ത് മെഡിക്കൽ പരിശോധന നിർബന്ധം. പോലീസ് ഡയറിയിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തണം. ഈ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിൻ്റെ മാതൃഭാഷയിൽ പോലീസ് സ്റ്റേഷനിൽ പ്രദർശിപ്പിക്കണം. ഇവ പാലിക്കാത്തത് കോടതി ലക്ഷ്യവും മനുഷ്യാവകാശ ലംഘനവുമാണ്. 6. മനുഷ്യാവകാശ നിയമങ്ങളും NHRC മാർഗനിർദ്ദേശങ്ങളും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കസ്റ്റഡിയിൽ മരണമോ ഗുരുതര പീഡനമോ സംഭവിച്ചാൽ സ്വതന്ത്ര അന്വേഷണം നിർബന്ധമാണ്. നഷ്ടപരിഹാരം മാത്രം മതിയാവില്ല. കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടിയും വേണം. അന്താരാഷ്ട്ര മനുഷ്യാവകാശ കരാറുകൾ ഒന്ന് പരിശോധിക്കാം. ഇന്ത്യ ഒപ്പുവെച്ച കരാറുകൾ പ്രകാരം പീഡനവും ക്രൂരമായ ശിക്ഷയും നിരോധിതമാണ്. പോലീസ് കസ്റ്റഡി ഒരു പീഡന മേഖല ആവരുത്. നിഗമനം: കേരളത്തിൽ പോലീസ് അതിക്രമങ്ങൾ തുടരുന്നത് നിയമത്തിൻ്റെ അഭാവം കൊണ്ടല്ല, മറിച്ച് നിയമത്തെ അവഗണിക്കുന്ന മനോഭാവം കൊണ്ടാണ്. സസ്പെൻഷൻ മാത്രം ശിക്ഷയാവില്ല. കുറ്റപത്രം, വിചാരണ, ശിക്ഷ ഇവ നടപ്പിലായാൽ മാത്രമേ പോലീസ് സ്റ്റേഷനുകൾ നിയമത്തിൻ്റെ ക്ഷേത്രങ്ങൾ ആകൂ, ഭീതിയുടെ മുറിവുകൾ അല്ല.